ഹലോ ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാർട്ട് ആണ്. ഡാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ ഫ്ലട്ടർ ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ടെസ്റ്റ് പോലെയുള്ള കുറച്ച് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലൂടെ ഡാർട്ട് നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ചാൻസ് ആണ് ഇതിലൂടെ. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഡാർട്ട് എന്ന് അതിന് പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ VS കോഡിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഓപ്പൺ ഫോൾഡറിൽ നമ്മളിപ്പോൾ ഏത് ഫോൾഡർ ആണോ ഡാർട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാർട്ട് എന്ന് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. സോ നമുക്കിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻ ഡോട്ട് ഡാർട്ട് എന്ന് മാത്രം കൃത്യമായിട്ടുള്ളത് വേണ്ടു. അതിന് മുന്നേയുള്ള മെയിന്നോ എന്ത് പേര് വേണമെങ്കിലും ഇടാം കേട്ടോ. ഓക്കെ, ഞാൻ നമുക്ക് റീനെയിം കൊടുക്കേണ്ടതുണ്ട്. കാരണം മെയിൻ്റെ സ്പെല്ലിങ് തെറ്റുപോയി. മെയിൻ ഡോട്ട് ഡാർട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ചെറിയ ബട്ടണിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ടെർമിനൽ ഉണ്ട്. ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇത് വർക്ക് ഉണ്ടോ നോക്കണ്ടേ. വോയിഡ് മെയിൻ എന്തായാലും എഴുതിയിരിക്കണം. കാരണം ഇതിന്റെ ഉള്ളില് കോഡ് എഴുതിയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. വോയിഡ് മെയിൻ എന്തായാലും വേണം. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഹലോ, ഓക്കെ ഗൈസ്, ഹലോ എന്ന് പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റാം. ഓക്കെ. അപ്പൊ നമ്മുടെ വോയിഡ് മെയിൻ ഒക്കെ റൺ ആവുന്നുണ്ട്, അടിപൊളിയായിട്ട് റൺ ആവുന്നുണ്ട്. അപ്പൊ ആദ്യം ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കാണാം. അപ്പൊ അതിനു വേണ്ടി വീണ്ടും വോയിഡ് മെയിൻ, അത് കഴിഞ്ഞ് എന്ത് വേണം, വോയിഡ് മെയിൻ കഴിഞ്ഞ് നമുക്ക് ഒരു ഇൻഡ് A ഈക്വൽ ടു 10 എന്നും ഇൻഡ് B ഈക്വൽ ടു 34. ഓക്കെ, അപ്പോ എന്റെയും ബിന്റെയും ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണെന്ന് മനസ്സിലായി. എയിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു, ബിയിലേക്ക് 20 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇനി നമുക്കൊരു സമ്മ് കണ്ടുപിടിക്കണം. ഇന്റ് സമ്മ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ A+B ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ എയിലുള്ള നമ്പറും ബിയിലുള്ള നമ്പറും കൂടിയിട്ട് പ്ലസ് ചെയ്തിട്ട് ആ നമ്പർ സമ്മിലേക്ക് അസൈൻ ചെയ്യും. ഈ സമ്മ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ പോരെ. സം ഈസ് ഈക്വൽ ടു സം. വർക്കൗണ്ട് നോക്കാം ഗൈസ്. കറക്റ്റ് ആണ്. 10 + 34 44 ആൻസർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് നമ്പറിന്റെ സംഖ്യ കാണാൻ ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം, എൻ്റർ യുവർ ഏജ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം യൂസറിനെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് മെയിൻ ഇപ്പൊ എന്താ കൊടുക്കുക, നമുക്ക് ഒരു നെയിം പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറയാം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് അല്ലാണ്ട് മുന്നേ നമുക്ക് പ്രിന്റ് പറയാം. എൻ്റർ യുവർ നെയിം. അപ്പൊ ഇത് യൂസർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, നമുക്ക് നെയിം ഈക്വൽ ടു stdin ഡോട്ട് റീഡ് ചെയ്യിപ്പിക്കാന്നാണ് ഇതിന് പറയാം. ഇത് ഇവിടെ കൊടുക്കുന്ന ആ നമ്പർ
അപ്പൊ ഇവിടെ ഒരു നമ്പർ കൊടുക്കും, ഈ നമ്പർ ഒരു പേര് കൊടുക്കും സ്ട്രിങ്ങുകളുടെ. അപ്പൊ ഇതൊരു നെയിം കൊടുക്കും. ആ നെയിം ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ആവും. എന്നിട്ട് നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അല്ല, ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം. എൻ്റർ യുവർ നമ്പർ. അപ്പൊ ഞാൻ ഡാർട്ട് എന്ന് അടിച്ചിട്ടുണ്ട്. യെസ്, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഡാട്ട്. ഓക്കെ, ഓക്കെ, വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ഇത് നമ്മൾ അടിച്ചു കൊടുത്ത ആ പേര്, എൻ്റർ ചെയ്ത ആ പേര് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യാം? പ്രിന്റ് ഓക്കെ നെയിം. നമുക്ക് ഇവിടെ ഒരു സെന്റൻസ് കൊടുക്കാം. യുവർ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വീണ്ടും ഇപ്പോ ഡാർട്ട് മെയിൻ ഡോട്ട് ഡാട്ട്, ഈ മെയിൻ ഡോട്ട് ഡാട്ട് ഏത് ഫയൽ നെയിം ആണ് കൊടുത്തത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഫയൽ നെയിം മെയിൻ ഡോട്ട് ഡാട്ട് എന്ന് കൊടുത്തോണ്ടാണ് ഡാർട്ട് മെയിൻ ഡോട്ട് എന്ന് പറഞ്ഞ് അടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റർ യുവർ നെയിം. ഡോട്ട് ഡാർട്ട് എന്നടിച്ചു. യെസ്, യുവർ നെയിം ഈസ് ഡോട്ട് ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. നമുക്ക് അടുത്തത് പറഞ്ഞുകൂടി ചെയ്യാം. അടുത്ത എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താ ചെയ്തേ, ഒരു നമ്പർ ഒരു നെയിം അടുപ്പിക്കുക ചെയ്തത്. ഇനി ഇവിടെ നമുക്ക് പറയാണ് ഒരു നെയിം എൻ്റർ ചെയ്യൂ, അല്ലെങ്കിൽ അല്ലല്ല സോറി നെയിം അല്ല, ഒരു നമ്പർ എൻ്റർ ചെയ്യൂ എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. അപ്പൊ ഇത് മാറ്റണ്ടല്ലോ, ഇവിടെ തന്നെ ചെയ്യാം. എൻ്റർ യുവർ നെയിം വേണ്ട, എൻ്റർ എ നമ്പർ. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാവും നോക്കട്ടോ. എൻ്റർ എ നമ്പർ. ഇപ്പൊ ഞാൻ 2 കൊടുത്തു. യുവർ നെയിം ഈസ്, നമുക്ക് ഇതും കൂടി മാറ്റാം. നമ്പർ ഈസ്, യുവർ നമ്പർ ഈസ് 2. ഇതേ സംഭവം തന്നെ. ഇപ്പൊ എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഫബറ്റ് അടിക്കണമെങ്കിലോ, കണ്ടോ, യുവർ നമ്പർ ഈസ് ആൽഫബറ്റ് 1. അപ്പൊ അത് പാടില്ല. നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ തന്നെ അടിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടി എന്താ ചെയ്യാം, ഇവിടെ പ്രിന്റിന്റെ അവിടെ എൻ്റർ എ നമ്പർ കൊടുത്തു, ഇത് റീഡ് ചെയ്യിപ്പിച്ചു. ഈ റീഡ് ചെയ്യിപ്പിച്ച ആ ഏത് നമ്പറാണോ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത് ആ നമ്പർ ഈ നെയിമിലേക്ക് അസൈൻ ചെയ്തു. ഇപ്പൊ ഈ നെയിം എടുക്കുന്നത് ഏത് ഡാറ്റ ടൈപ്പിലാണ്? സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ്. ശരി, നമുക്കിത് മാറ്റാം. ഇന്റ് ആക്കാൻ പറ്റുമോ? ഇന്റ് ആക്കാൻ പറ്റില്ല. കാരണം ഈ റീഡ് ലിങ്ക് സിങ്ക് എന്ന് പറയുന്ന അതിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ, സ്ട്രിംഗ് തന്നെ കൊടുക്കുക. നമുക്ക് സ്ട്രിംഗ് അല്ല വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരിയബിളിനെ ഇന്റ് ആക്കി കൺവേർട്ട് ആക്കിയ പോലെ. ഇന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു വേരിയബിൾ ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ച് നം എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ തന്നെ ഇത് ഇന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് ഇങ്ങനെയാണ്. ഇന്റ് ഡോട്ട് ട്രൈ പാഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഇവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണോ കൺവേർട്ട് ചെയ്യേണ്ടത്, നെയിം എന്ന് പറയുന്ന വേരിയബിൾ ആണല്ലോ ഇന്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ നമ്പറോട് കൊടുക്കുക. എന്നിട്ട് 2 ക്വസ്റ്റ്യൻ മാർക്കും ഇത് കൊടുക്കുക. ഇവിടെ എന്തോ എറർ ഉണ്ട്. യെസ്, ദ വാല്യൂ ഓഫ് ടൈപ്പ് ഇന്റ് cannot be assigned to variable of type int. Try to change the variable to cast right hand type in. Okay, ഇവിടെ നമ്മൾ മറ്റേ ഇത് കൊടുത്താൽ മതി. അപ്പൊ അത് വർക്കായി കഴിഞ്ഞു. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്ട്രിംഗ് ആയിരുന്ന ഈ നെയിം എന്ന് പറയുന്നത് ഇനി ഇന്റിലേക്ക് മാറ്റി. ഇനി ഇവിടെ നമ്പർ മാത്രം അടിക്കാൻ പറ്റുള്ളൂ. ചെയ്ത് കാണിച്ചു. ഇപ്പൊ ഇതിന് പകരം നമ്മൾ ആൽഫബറ്റ് അടിച്ചതെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, വർക്കാവും. അതുപോലെ ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. യുവർ നെയിം ഈസ് 233. ഓക്കെ, 233 എന്ന് ഞാൻ അടിച്ചു. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇത് ഉപകാരപ്പെടുക ഇവിടെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യുമ്പോഴാണ്
ഈ ഇൻഡിലേക്ക് കൺവേർട്ട് ആക്കിയത് എന്തിനാന്നുള്ളത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പൊ ഒരു നമ്പർ ഇവിടെ ഒരു എൻ്റർ 2 നമ്പർ എന്ന് അടിച്ചിട്ട് അത് സമ്മ് ചെയ്യാനായിട്ടാണ് പറയണെങ്കിലോ, അപ്പൊ ഈ ആൽഫബറ്റ്സ് വെച്ചിട്ട് സം ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്പർ തന്നെ വേണ്ടേ? അപ്പൊ അതിനാണ് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതാക്കുന്നത്. നോർമലി നമുക്ക് ആൽഫബറ്റ് ആണ് വേണമെങ്കിൽ ഈ ഒരു വരിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി സമ്മ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ തരുന്ന 2 നമ്പേഴ്സ് തമ്മിൽ സമ്മ് ചെയ്തവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോ നമുക്കിവിടെ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് കൊടുക്കണം. ഇപ്പൊ എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്തു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ എത്ര വേണം പറഞ്ഞാൽ നമ്പർ 1 ഒരു നമ്പർ ഇത് അടിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഒരെണ്ണം കൂടി വേണം. കാരണം 2 നമ്പറല്ലേ അടിക്കുന്നേ. ഈ ഇതിലേക്ക് 2 നമ്പറിലും ഈ നമ്പർ 1 നമ്പർ 2 അസൈൻ ആയി. ഇനി എന്ത് ചെയ്യണം, ഈ നമ്പർ ഇവിടെ നമുക്കത് കൺവേർട്ട് ആക്കണമല്ലോ. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് കളഞ്ഞടിച്ചു. ഓക്കെ, ഇപ്പൊ ഇത് 2 നമ്പർ എൻ്റർ ആവും. എൻ്റർ 2 നമ്പേഴ്സ്. ഓക്കെ, 2 3. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഇതിപ്പോ കിടക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ്. അപ്പൊ സ്ട്രിങ് മാറ്റിയിട്ട് ഇതിന് ഇൻഡിലേക്ക് കൺവേർട്ട് ആക്കാം. എനിക്ക് ഇൻഡിലേക്ക് കൺവേർട്ട് ആക്കുമ്പോൾ നമ്പർ 1 ഈക്വൽ ടു എന്തായാലും ഞാൻ പറഞ്ഞ ഇൻഡു ഡോട്ട് ട്രൈ. യെസ്, ഈ സോഴ്സ് എന്ത് സോഴ്സ് ആണ് ഇതിനാക്കണ്ടേ? നമ്പർ 1 ആണ് എനിക്ക് കൺവേർട്ട് ആക്കണ്ടേ. സോ അത് ചെയ്തു. നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഈ നമ്പർ 2 എന്ന് പറയുന്നതും എനിക്ക് എന്താക്കണം, കൺവേർട്ട് ആക്കണം. സോ നമ്പർ 2 എന്ന് പറഞ്ഞ വേറൊരു നമ്പർ 2 എന്ന് പറഞ്ഞ വേറൊരു അസൈൻ ആക്കി ഇൻഡു ഡോട്ട് ട്രൈ ഫാൾസ്. സോ നമ്പർ 1 മാറ്റിയിട്ട് നമ്പർ 2 ആണ് എനിക്ക് കൺവേർട്ട് ആകട്ടെ. ഓക്കെ, അപ്പൊ ഈ വരുന്ന 2 നമ്പറുകളും ഇൻഡിലേക്ക് കൺവേർട്ട് ആക്കി. ഇനി എനിക്ക് എന്താ വേണ്ടേ, ഈ 2 നമ്പറുകളും സം ചെയ്യണം. അപ്പൊ ഇൻഡ് സം ഈക്വൽ ടു എന്ത് വേണം, നം 1 പ്ലസ് നം 2. ഇവിടെ എന്താ എങ്ങനെ വരുന്ന കാരണം വെച്ചാൽ നൾ വാല്യൂ ചെക്ക് ചെയ്തിടാത്തോണ്ടാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഈ നമ്പർ 1ന് 5 കൊടുത്തു, ഇവിടെ ഞാൻ 6 കൊടുത്തു. അപ്പോ ഈ 5ഉം 6ഉം ഈ നമ്പർ 1ലേക്ക് തന്നെ ഇൻഡായിട്ട് കൺവേർട്ട് ആയി. ഇവിടെയുള്ള ഇത് സ്ട്രിങ് ഇത് ഇൻഡിലേക്ക് കൺവേർട്ട് ആയി, ഇവിടെയും ഇൻഡിലേക്ക് കൺവേർട്ട് ആയി. ഇപ്പൊ ഈ ഇവിടെ വന്ന 5ഉം ഇവിടെ വന്ന 6ഉം 5 പ്ലസ് 6 കിട്ടുന്ന ടോട്ടൽ നമ്പർ ഈ സമ്മിലേക്ക് അസൈൻ ആവും. അപ്പോ ആ സമ്മ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. കാണണ്ടേ, നമുക്ക് ആൻസർ കാണണ്ടേ. സം ഈസ് എന്താ കൊടുക്കുക, സമ്മ് തന്നെ കൊടുക്കുക. സമ്മാണല്ലോ പ്രിന്റ് ചെയ്ത് തരണ്ടേ. സോ നമുക്ക് ഇനി നോക്കാം. എൻ്റർ 2 നമ്പേഴ്സ്. 5 5. സം ഈസ് 10. 2 നമ്പേഴ്സ് 5 പ്ലസ് 5 10. 5 പ്ലസ് 5 10 ഇങ്ങോട്ട് അസൈൻ ആയി. ഈ 10 നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, ഇവിടെ വർക്കായി. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏവറേജ് കണ്ടുപിടിക്കാം. ഏവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? ഏവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞപ്പോ 2 നമ്പറിന്റെ ഏവറേജ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ 3 നമ്പറിന്റെ ഏവറേജ് കണ്ടുപിടിക്കാം. അപ്പൊ ഞാനൊരു 3 നമ്പറിന്റെ ഏവറേജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റർ 3 നമ്പേഴ്സ്. അവരോട് തന്നെ യൂസറിനിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത് വാല്യൂസ്. ഓക്കെ, അപ്പൊ എനിക്ക് 3 നമ്പർ അതുപോലത്തെ വേണം. അപ്പൊ നമ്പർ 3 എന്ന് കൊടുത്തു ഞാന്.
3 നമ്പേഴ്സ് അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ സംഭവം തന്നെ ഞാൻ കൺവേർട്ട് ചെയ്യണം. എനിക്കിപ്പോ സ്ട്രിങ്ങിലാണ് ഇത് കിടക്കുന്നത്. ഇതൊക്കെ മാറ്റിയത് ഇൻഡിലേക്ക് ആക്കണം. സോ ഞാൻ ഇൻഡിലേക്ക് ആക്കി. ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ ഏവറേജ് എന്ന് പറയുന്ന വാല്യൂ മേ ബി ഡബിൾ വാല്യൂ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ അത് മുൻകൂട്ടി കണ്ടൊരു ഡബിൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഏവറേജ് equal to num1 plus num2 plus num3 divided by 3. ഓക്കെ, ഇനി ഇവിടെ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചിലപ്പോൾ നൾ വാല്യൂ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് നൾ ചെക്ക് ചെയ്തിടുക. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? ഏവറേജ്. ഏവറേജ് ആണ് കാണണ്ടേ. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടാവാൻ പോണെന്ന് അറിയാം. 2 + 3 6.333 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് മാറ്റി ഇൻഡ് ആക്കി നോക്കാം. ഇൻഡ് ആയി കഴിഞ്ഞാൽ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഏവറേജ് ഡിവൈഡഡ് ബൈ 3 അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. കാരണം ഒരു ഡിവൈഡഡ് ചെയ്യണ സമയത്ത് എന്തായാലും ഒരു പോയിന്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ നേരത്തെ കൂടി ഡബിൾ ആക്കി വെച്ചത്. ഓക്കെ, അപ്പൊ ഏവറേജ് കാണാനായിട്ട് നിങ്ങൾ പഠിച്ചു വിചാരിക്കുന്നു. Average is equal to average equal to എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞു. ഏവറേജ് കാണാനായിട്ട് നിങ്ങൾ പഠിച്ചു വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം കണ്ട് ചെയ്യാനായിട്ട്, അത് സ്വാപ്പിംഗ് എന്ന് പറയും. ഓക്കെ, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കുന്നില്ല. ഇപ്പോ എ എന്ന് പറയുന്നതില് 10 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ബി എന്ന് പറയുന്ന വാല്യൂബിളിൽ 20 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇപ്പൊ ഇപ്പൊ 10ഉം 20ഉം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. എന്ന് വെച്ചാൽ 20ഉം 10ഉം ആക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. void main ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, void main എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് int a equal to 90, int b equal to 20. ഇനി എനിക്ക് ഒരു വാല്യൂബിളും കൂടി വേണം. എന്ന് പറഞ്ഞപ്പോ എന്താണ് ഡോട്ട് ഇഷ്ടമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റ് എ സിക്വൽ ടു 19, ഇന്റ് ബി സിക്വൽ ടു 20. എനിക്ക് വേണ്ടത് എ എന്ന് പറയുന്നതില് 20ഉം പോണം, ബിയിലേക്ക് 19ഉം വരണം. അപ്പൊ ഇതിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഡോട്ടിലേക്ക് എ അസൈൻ ചെയ്യുക. ഇപ്പൊ എ അസൈൻ ചെയ്തു ഈ ഡാട്ടിലേക്ക്. അപ്പൊ ഈ എ എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പൊ വല്ല നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ആ തക്കം നോക്കി ബിയുടെ വാല്യൂ എക്ക് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബിയിലേക്ക്, ഇപ്പൊ ബിയിൽ വല്ല വാല്യൂ ഇല്ലല്ലോ, അപ്പൊ ബിയിലേക്ക് ഡാട്ട് എന്ന് പറഞ്ഞ ആ വേരിയബിൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്താ ഉണ്ടായേ? ഡാട്ടില് 19 വന്ന് കിടന്നു. ഇവിടെ 19ആയി ഡാട്ടില്. ഇവിടെ എന്തായി? 0 ആയി. അപ്പൊ ആ തക്കം നോക്കി ഞാന് എയിലേക്ക് ബിയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? ഇവിടെ എയില് 20ആയി, ബിക്ക് 0 ആയി. ബി തക്കം നോക്കി ഞാന് ബിയില് 0 ആണല്ലോ. അപ്പൊ 0ക്ക് ഞാൻ എന്ത് കൊടുത്തു? ഡാട്ടിൽ ഇപ്പൊ ഉള്ള വാല്യൂ എത്ര കിടക്കണേ? 19. ഈ 19 ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് സ്വാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം.
A equal to A B is equal to അതാ എയില് ഞാൻ 19 ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പൊ എയില് 20 കിടക്കണേ. ബിയില് ഞാൻ നേരത്തെ കൊടുത്തിരുന്നത് 20 ഇപ്പൊ അത് 19 അപ്പൊ നമ്മുടെ സാപ്പിംഗ് അടിപൊളിയായിട്ട് നടന്നു എന്നാണ്. ഓക്കെ, അപ്പോ ഈ പ്രോഗ്രാമിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഈഫ്, എൽസ്, പിന്നെ നെസ്റ്റഡ് ഈഫ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ലൂപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്, അറേ ഉണ്ട് പഠിക്കാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്താൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ അതെന്തായാലും ഉണ്ടാവും.